ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ നമ്മൾ മുറ്റടിച്ച് തരാൻ ഇറങ്ങിയതാട്ടോ. അപ്പം നമ്മളെ ചൂരുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടോ. നമ്മൾ അടിച്ച് വരൽ ഈ ചൂരൊക്കെ ഉണ്ട്. ഈ ചൂരൊക്കെ ചെറുതായി കേട്ടോ. നമുക്ക് ഈ പട്ടച്ചൂര് വെച്ച് അടിച്ചരിയാണെങ്കിൽ ഭയങ്കര വൃത്തിയായിക്കിട്ടും കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ചൂര് കണ്ടില്ലേ, പട്ടച്ചൂരിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് വെച്ച് അടിച്ച് വാരിയാലുണ്ടല്ലോ നല്ല ക്ലീനായി ഇങ്ങോട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഈ വീടിൻ്റെ പിന്നെ ഇറയൊക്കെ ഉണ്ടല്ലോ, തറഭാഗമൊക്കെ ആ സൈഡൊക്കെ ഇങ്ങോട്ട് അടിച്ച് വാരാൻ ഏറ്റവും നല്ലത് ഈ പട്ടച്ചൂരാണ്. അത് വെച്ച് ഇങ്ങോട്ട് അടിച്ച് വരുമ്പോൾ ഉണ്ടാവും നമ്മളെ മണ്ണ് ഇതൊക്കെ ഇങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇങ്ങോട്ട് കിട്ടും. നിങ്ങളൊക്കെ ഏത് ചൂലിനോടാണ് അടിച്ച് വാരൽ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മളെ ഈ മുറ്റം അത് നമ്മളെ കിച്ചൻ്റെ ബേക്ക് ഭാഗം കേട്ടോ അത്. അപ്പോൾ അവിടെ ഈ ചുമരും കാര്യങ്ങളൊന്നും തേച്ചിട്ടൊന്നുമില്ല. നമ്മൾ മുൻഭാഗം മാത്രമേ നമ്മളെ വീടിൻ്റെ പണിയൊക്കെ തേച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് തീർക്കണം. ഒക്കെ സാവധാനം മതിയല്ലോ. ഇത്രയെങ്കിലും ഞമ്മക്കായാലും, ഇത്രയും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പം അതിന് നമ്മൾ മേലോട്ട് ചിന്തിക്കാതെ താഴോട്ട് ചിന്തിക്കുക. പിന്നെ നമ്മൾ ശ്രമിക്കും ചെയ്യണം, എന്നാലേ എല്ലാതും നടക്കുള്ളൂ. അവിടെ നമ്മൾ ഈ അടിച്ചു തരുമ്പോൾ നമുക്ക് കിട്ടുന്ന നോക്കിയാൽ മണ്ണ് ഇലകൾ എല്ലാം ഇങ്ങോട്ട് ഈ പട്ടുചൂര് വെച്ച് അടിച്ചു തരുമ്പോൾ നല്ല വൃത്തിയായി ഇങ്ങോട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു തരണം. ബേക്ക് ഭാഗം നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞിട്ടോ. ഇനി ഇവിടെ നമ്മളെ ഈ മുറ്റം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ കല്ലും ഒരു വൃത്തിയില്ലാത്ത മാതിരിയാട്ടോ നമ്മളെ മുറ്റം കിടക്കല്. അതെന്താ വെച്ചാൽ നമ്മൾ ആദ്യത്തെ വീട് പൊളിച്ച സമയത്ത്, വീട് പണീൻ്റെ സമയത്താണ് പൊളിച്ചിനിയത്. കല്ലും ഇതൊക്കെ ഉണ്ടാവില്ല, തേപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഈ മുറ്റത്തേക്ക് ഇങ്ങനെ നമ്മൾ അടിച്ച് വരുമ്പോൾ ഇങ്ങനെ പൊന്തി ഇങ്ങോട്ട് വരിക. അത് പിന്നെ പെറുക്കി ഒഴിവാക്കാമെന്ന് വിചാരിക്കും. പിന്നെ വിചാരിച്ചാൽ അവിടെ നിന്നോട്ടെ. അത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഉപകാരമാണ്. നമ്മൾ വെഴിക്ക് വീണേനൊക്കെ അതൊരു നല്ലൊരു ഉപകാരം തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെറുക്കി ഒഴിവാക്കുക. നമ്മൾ അടിച്ച് തരുമ്പോൾ ഇങ്ങനെ പോരുന്നതൊക്കെ ഇങ്ങോട്ട് എടുക്കും എന്നല്ലാതെ വേറൊന്നും ചെയ്യല്ല കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഒന്നും പട്ടച്ചൂരൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരില്ല. പ്രായമുള്ള ആൾക്കാർ ഉമ്മമാരൊക്കെ എണീറ്റ് ആദ്യം ഉണ്ടാക്കരുത്. നമുക്കൊന്നും അതിനെ പറ്റി അറിയും ചില എങ്ങനെ ഉണ്ടാക്കരുത് എന്നുള്ളതൊക്കെ. ഇനി എന്നാലും ഇപ്പോൾ ഒക്കെ പഠിക്കാൻ നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ. യൂട്യൂബിൽ നോക്കി പഠിക്കാൻ ഇപ്പോൾ എളുപ്പമാണല്ലോ. അങ്ങനെ ഉണ്ടാക്കണം. ഏതായാലും നമ്മളെ ചൂരുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതില്ലാഞ്ഞാൽ എൻ്റെ പണികളും നീങ്ങൂല. നമ്മൾ ഈർക്കിളി ചൂര് വെച്ച് അടിച്ച് വരികയുണ്ടല്ലോ, എനിക്കുണ്ട് എൻ്റെ പണി ഇങ്ങോട്ട് നീങ്ങൂല. അത് അടിച്ച് വരെ ഒരുപാട് നേരം പിടിക്കും. ഇതാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പണി ഇങ്ങോട്ട് കഴിയും. പിന്നെ നമ്മൾ അടിച്ച് വാരി കൂട്ടി ഈ ചവേരകളൊന്നും നമ്മൾ ഒഴിവാക്കില്ല. നമുക്കൊന്നും ഒഴിവാക്കാണ്ടാവില്ല. ഇതൊക്കെ പാടെ ഞാനൊരു ചാക്കിലേക്ക് എടുത്ത് വിട്ട് വെക്കാം കേട്ടോ. അത് നമ്മൾ ഇപ്പോൾ ഒക്കെ പച്ചക്കറി കൃഷിയൊക്കെ നടുന്നൊരു സമയമാണല്ലോ. അപ്പം പച്ചക്കറിയൊക്കെ കുഴിച്ചിടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇടാലോ എന്ന് വിചാരിച്ച് ഒക്കെ ഒരു ചാക്കിലേക്ക് ഞാൻ എടുത്ത് വെക്കല കേട്ടോ. അപ്പോൾ ഞാൻ ചാക്കിലേക്ക് ഇടാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ നമുക്കിതാ മുറ്റമൊക്കെ നല്ലോണം അടിച്ച് വാരി ക്ലീനായി കിടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കും. നിങ്ങളൊക്കെ ഏത് ചൂലിനോടാണ് മുറ്റം അടിച്ച് വാരരുന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ. ഇപ്പം ഇങ്ങനെയായിട്ട് രാവിലെ തന്നെ നമ്മളെ മുറ്റം ഇങ്ങനെ വൃത്തിയായി ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സുഖമല്ലേ. ആ സുഖമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമ്മളിതാ ഇനി നമുക്ക് ചെടികൾക്കൂടെ വെള്ളം ഒഴിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കാര്യങ്ങളും ഉണ്ടാക്കാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. രാവിലത്തെ ഭക്ഷണങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ റോഡ് നന്നായിട്ട് അടിച്ചു വാരി. പിന്നെ നമ്മളെ മുറ്റത്ത് കണ്ടില്ല ഒരു പൊട്ടിയ ടാങ്ക്. ആ ടാങ്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ 2 കോഴിമക്കളെ അതും കൂട്ടുന്നെടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ചാട്ടോ. എന്താണ് കാക്കിയൊന്നും കുടുക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് വെച്ചതാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ.